ഇതാണ് എൻ്റെ കളരി. എൻ്റെ അമ്മയുടെ മടിത്തട്ട് പോലെയാണിത്. ഞാനിവിടെയാണ് വളർന്നത്. ഗുരുവിന് ശേഷം ഞാനാണ് ഇത് നോക്കി നടത്തുന്നത്. പക്ഷികൾക്ക് ചിറകുകളാണെങ്കിൽ മനുഷ്യർക്കത് കാലുകളാണ്. ആദ്യത്തെ പാഠം എങ്ങനെ നിൽക്കണമെന്നതാണ്. പുറത്തു നോക്കൂ, അവരൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കാണുക. അവരുടെ പാദങ്ങൾ ശ്രദ്ധിക്കൂ. പാദം ശരീരത്തിന്റെ ഭാരം താങ്ങണം. പാദങ്ങൾക്ക് അതിനുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ടാവില്ല. അതിനാൽ അത് ശരീരത്തെ വൈകൃതമാക്കുന്നു. ആദ്യമായി ഒരാൾ തന്റെ ശരീരത്തെ നേരെ നിർത്തണം. അതിനായി പാദങ്ങൾ കൃത്യമായി ഉറപ്പിച്ചു നിർത്തണം. ഇനി അങ്ങോട്ട് എല്ലാ തെരുവ് സംഘട്ടനങ്ങളും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുക. 10-ൽ 9 പേരും പതർച്ചയുള്ള പാദങ്ങൾ മൂലമാണ് പരാജയം ഏറ്റുവാങ്ങുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം പാദത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. കളരിക്ക് 7 ഘട്ടങ്ങളുണ്ട്. ആദ്യ ഘട്ടം ഉറച്ചു നിൽക്കുക എന്നതാണ്. നമ്മുടെ കാലുകൾ ഭൂമിയിൽ ഭദ്രമായി ഉറപ്പിച്ചു നിർത്തുന്നതിന് കുറച്ച് സ്ഥലം മതി. ആ ചെറിയ സ്ഥലത്തെ കളം എന്ന് പറയുന്നു. ആ കളത്തിൽ നമ്മൾ നിലകൊള്ളുമ്പോൾ പ്രാണശക്തി മുടി തൊട്ട് അടിവരെ യാതൊരു തടസ്സവുമില്ലാതെ ഒഴുകണം. നേരം പുലർക്കാലേ എഴുന്നേറ്റ
വച്ചു സൂര്യ ഭഗവാനെ കൈ തൊഴുതും. എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബാഡ് എക്സ്പീരിയൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ സ്റ്റിക്ക് ചെയ്യും. അതൊരു നുര പോലെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരും. പിന്നെ നമ്മുടെ ഈ സ്റ്റഡി പ്രകാരം യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിനെ കുറിച്ച് നമുക്ക് അധികമൊന്നും അറിവില്ല. നമ്മളെപ്പോഴും ബ്രെയിനിനെ മാത്രം ചികിത്സിക്കുന്നു, അതിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മരുന്ന് കൊടുക്കുന്നു. വളരെ ഓണസ്റ്റായിട്ട് പറഞ്ഞാൽ ഞാൻ നിത്യയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റും തുടങ്ങിയിരുന്നില്ല. ഷി വാസ് സ്റ്റിൽ അണ്ടർ ഡയഗ്നോസിസ്, ഹാവൻറ്റ് ഈവൻ കംപ്ലീറ്റഡ് നോയിങ് ഹർ പ്രോബ്ലംസ്. തൽക്കാലത്തേക്ക് ഞാൻ അവൾക്ക് ലിബ്രിയം സെനാസ കൊടുത്തിരുന്നത്. ഞാൻ 7 കൗൺസിലിംഗ് സിറ്റിംഗ്സ് പൂർത്തിയാക്കി. ഈവൻ ഹിപ്നോട്ടൈസ് പോലും ചെയ്തു. യാ, I know it's an old technique, but it helps. രണ്ടാമത്തെ ഘട്ടം അഷ്ടവടിവ്. അതിൽ 8 മൃഗങ്ങളുടെ നിലകളാണുള്ളത്. ഭൂമിയിൽ നാനാവിധ ദേഹങ്ങളുണ്ട്. അതിൽ അത്യുത്തമമായത് മനുഷ്യദേഹമാണ്. കാരണം മനുഷ്യദേഹത്തിന് എല്ലാ മൃഗങ്ങളുടെയും കഴിവുകൾ പരിശീലിച്ചെടുക്കാൻ സാധിക്കും. ഓരോ മൃഗവും ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള ചാട്ടം, ഓട്ടം, അസ്തിത്വം, പരിണാമം എന്നിവയിലൂടെ അതിശയകരമായ കഴിവുകൾ സ്വായത്തമാക്കി. നമുക്കും ആ കഴിവുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. വരാഹ, ഗജ, മാർജാര, സിംഹം, സർപ്പ, കുക്കുട,